ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. പെണ്ണിങ്ങ യൂസ് ആക്കടെ ആഭരണത്തിക്ക് സക്കാത്ത് ഉണ്ടാണ്ടായിട്ട് ക്വസ്റ്റ്യൻ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാല്ലാഹ് അമ്മാ ബഅദ്. ബംഗാർ ആഭരണ ഇത് പെണ്ണിങ്ങൾക്ക് ഒരു അലങ്കാരമായിട്ട് സാമാന്യമായിട്ട് അങ്ങ് ഡ്രസ്സെല്ലാം യൂസ് ആക്കേണ്ടത് പോലെ ബംഗാറും ഒരു അലങ്കാരത്തിന് പേരായിട്ട് അങ്ങ് സൗന്ദര്യത്തിന് പേരായിട്ട് യൂസ് ആക്കുന്നത്. അപ്പം സൗന്ദര്യത്തിന് പേരായിട്ട് യൂസ് ആക്കേണ്ട പോലത്തെ ഈ ആഭരണത്തിന് സക്കാത്ത് ഇല്ല. ഷാഫിഈ മദ്ഹബ് പ്രಕಾರ ಅದಕ್ಕೆ ಸಕಾತ್ ಇಲ್ಲ. ಬೇರೆ ಮದ್ಹಬ್ ಪ್ರಕಾರ ಹನಫಿ ಮದ್ಹಬ್ ಪ್ರಕಾರ ಇದಕ್ಕೆ ಸಕಾತ್ ಉಂಟು. അപ്പം ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായമായിട്ട് കൂടെ ചൊന്നിട്ടില്ല. അപ്പം സൗന്ദര്യത്തിന് പേരായിട്ട് യൂസ് ആക്കേണ്ട പോലത്തെ ആഭരണം അത് ഒരു പെണ്ണുങ്ങളുണ്ട് എത്ര എന്തെങ്കിലും അതിക്ക് സക്കാത്ത് കൊടുക്കുന്നിട്ടില്ല. അതേ സന്ദർഭത്തിൽ ആ യൂസാക്കടെ പോലത്തെ ആഭരണം അത് യൂസാക്കുമ്പോഴത്തേക്കും അത് സൗന്ദര്യക്കേട് അവിടെ ഒരു സൗന്ദര്യ ഇല്ലാത്ത രൂപത്തിൽ അസഹ്യമായ രൂപത്തിൽ അത് അത്ര യാറുണ്ടു അല്ലെങ്കിൽ അത്ര ബലിയുണ്ടുണ്ടായെങ്കിൽ ಅದಕ್ಕೆ സക്കാത്ത് കൊടുക്കണം. അത് ഒരു ഉദാഹരണം ഞാൻ ചൊല്ലേ. ഇപ്പം ഒരു പെണ്ണുങ്ങളെ ഉണ്ടാ ഒരു കൈ നൊറോടി ഇടൊങ്കു ബലമുണ്ട്. കൈ നൊറോടി അത് ഒർക്കമേ ഇടങ്കുബേനായിട്ടിക്കടെ ആ പെണ്ണിങ് അത് റെഡിയാക്കിടെ. അതേ സന്ദർഭത്തിൽ അത്ര ബംഗാർ അത്ര ബല കൈ നൊറോടി ബലയിട്ടെങ്കിൽ അതൊരു സൗന്ദര്യക്കേടായിട്ട് കണ്ട് സൗന്ദര്യ ചെന്നെങ്കിൽ അതൊക്കെ ഒരു മിത്തിക്കട് അതിനെക്കാട്ടി യാറായെങ്കിൽ അതെന്തിനായിട്ട് സൗന്ദര്യക്കേടായിട്ട് കണ്ട്. അപ്പൊ സൗന്ദര്യക്കേടായിട്ട് കാണേണ്ട രൂപത്തിൽ യാറ ആഭരണ ഇന്നെങ്കിൽ കഴുത്തുക മാല സുമാറ് മാല അത്ര മാല ഇട്ടെങ്കിൽ അത് ചന്ത കാണില്ല. അത് ചന്ത കേടായിട്ട് ആ റായത്തിൽ ആ കൗമിൽ അത് ചന്ത കാണില്ല. അങ്ങനെയായിട്ടായെങ്കിൽ സൗന്ദര്യത്തിൽ കേടാക്കിയിട്ടുണ്ടായെങ്കിൽ അത്ര യാറിന്നെങ്കിൽ എന്തിനാക്കണം എല്ലാത്തും സക്കാത്ത് കൊടുക്കണം. അത് ബല യാറിഞ്ഞെങ്കിൽ അവിടെ മാല യാറിഞ്ഞിട്ടായെങ്കിൽ അത് സൗന്ദര്യക്കേടാവുണ്ടായെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏത് ആഭരണമായെങ്കിലും സൗന്ദര്യക്കേടാവുടെ രൂപത്തിൽ ഒറുക്കമേ ധരിക്കൊണ്ടുപോകാനായിട്ട് ഇന്നതിട്ടായെങ്കിൽ അതിക്ക് സക്കാത്ത് കൊടുക്കണം. അതേപോലെ ഒരു ബല അത് അല്ലെങ്കിൽ ഒരു മാല ഉണ്ട്. മാല സുമാറ് ബലി ആ ബലി എത്ര വെച്ചെങ്കിൽ അത് ഇട്ടെങ്കിൽ ചന്ത കാണില്ല. അത് ചന്തത്തുള്ളതല്ല. അതൊരു ഫൗറ് കാട്ടുണങ്ങൂ എൻ്റെ അവിടെ ഇത്ര വലിയ മാല കൊണ്ട് ചെന്നിട്ട് ഫൗറ് കാട്ടുണങ്ങൂ ആക്കിയൊരു മാല അത് ഇട്ടെങ്കിൽ സൗന്ദര്യത്തിന് പേരായിട്ട് സാമാന്യമായിട്ട് ഇടില്ല. അത്ര വലിയൊരു മാല കൊണ്ടുണ്ടായെങ്കിൽ അതൊക്കെ എന്തിനാക്കണു അത് ഒന്നാ ഇസ്രാഫായിട്ട് അത് ഒന്നാ കറാഹത്ത് അല്ലെങ്കിൽ ഹറാമിന്റെ വ്യാപ്തിയിൽ പണ്ട്. അപ്പൊ അത്ര വലിയതിനെങ്കിലും സക്കാത്ത് കൊടുക്കണം. സൗന്ദര്യക്കേടായിട്ട് കാണത്ര യാറ ഒറുക്കമേ ഇടങ്കുപേനായിട്ട് ഉണ്ടാക്കി അതിക്ക് സക്കാത്ത് കൊടുക്കണം. അതേ സന്ദർഭത്തിൽ ഒരു പെണ്ണുങ്ങളെ ഉണ്ടാ സുമാറ് മാല ഉണ്ടോ അത് ഒറുക്കമേ ഇടങ്കുപേനായിട്ട് അതിമ ഉണ്ടാക്കിയതല്ല. അത് ഇപ്പൊ ഇണ്ട് ഒരു പക്കത്ത് പോകുമ്പത്ത് വന്നിട്ടെങ്കിൽ നാളെ ഇന്നൊരു പക്കത്ത് പോകുമ്പത്തേക്ക് ಇನ್ನೊಂದಿಟ್ರು പിന്നൊരു നാളെ പോകുമ്പത്തേക്ക് ಬೇರೆ 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 ಇಟ್ರು ಒಟ್ಟಿಗೆ ಅದರ ಯೂಸ್ ಹಾಕಿಲ್ಲ. ಒಟ್ಟಿಗೆ ಯೂಸ್ ಹಾಕಿയെങ്കിൽ അന്തക്കേട് കാണ്ടെങ്കിലും അത് ഒട്ടിಗೆ ഈ യൂസ് ആക്കാൻ വേണ്ടായിട്ട് ആക്കിയതുമല്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ಅದಕ್ಕೆ സക്കാത്ത് കൊടുക്കണമെന്നില്ല. അങ്ങനെ ആയിട്ട് അപ്പൊ ആഭരണ ചൊല്ലത് സക്കാത്തിന്റെ വ്യാപ്തിയിൽ പണ്ടില്ല. പിന്നെ ആഭരണ ഒരു സ്വത്തുര രൂപത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടായെങ്കിൽ ಅದಕ್ಕೆ സക്കാത്ത് കൊടുക്കണം. അതെന്തിനു ചൊന്നെങ്കിൽ എക്സാമ്പിളോ ആഭരണ അങ്ങ് എടുത്തത് ബട്ട് എന്തിനേക്ക് പേനല്ല അത് ഇടക്ക് പേനായിട്ടല്ല. ഇത് ഇക്കട്ട് ഞങ്ങൾ ഒരു സ്വത്തായിട്ട് അവിടെ ഇക്കട്ട് ചൊല്ലുക ലക്ഷ്യത്തിലായിട്ട് ഇക്കടെ ആഭരണ വെച്ചിട്ടിക്കടും. അത് ആഭരണത്തെ രൂപത്തിലുണ്ടിട്ട് മാത്രം അതൊരു സ്വത്തായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടിക്കട് അത്ര യൂസ് ആക്കുന്ന ലക്ഷ്യമില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് എന്തിനാക്കണം ആ ആഭരണ അല്ലെ സാമാന്യമായിട്ടുള്ള 85 ഗ്രാമിടെ എത്ര ഇന്നുണ്ടായെങ്കിൽ എന്തിനാക്കണം ಅದಕ್ಕೆ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ആഭരണ അത് സ്വത്തായ രൂപത്തിൽ ഇന്നത് കൊണ്ടിട്ടായിട്ട് അതിക്ക് സക്കാത്ത് കൊടുക്കണമായിട്ട് പണ്ടോ സ്വത്തല്ല അലങ്കാര വസ്തുവായിട്ട് മാത്രം ഉണ്ടുണ്ടായെങ്കിൽ അത് സൗന്ദര്യത്തിന് കേട് തണ്ടലാണ്ടായെങ്കിൽ ಅದಕ್ಕೆ സക്കാത്ത് കൊടുക്കണമെന്നില്ല. ഇതായിട്ട് ഷാഫിഈ മദ്ഹബ്.